സ്വിറ്റ്സർലൻഡിന്റെ മണ്ണിൽ ആദ്യമായി തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസിന്റെ ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായി അരങ്ങേറി. സൂറിച്ചിനടുത്ത് ഊസ്റ്റർ സെന്റ് ആൻഡ്രിയാസ് ദേവാലയത്തിൽ വെച്ചായിരുന്നു MDH BTH കോഴ്സുകളുടെ കോൺവൊക്കേഷൻ സെറിമണി നടന്നത്. രാവിലെ 10 മണിക്ക് ദിവ്യബലിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്തും ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ തയ്യിൽ, ഫാദർ ഫിലിപ്പ് കവിയിൽ, ഫാദർ ജോസ് പാരിയത്ര എന്നിവർ സഹകാർമ്മികരായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ പരസ്പര സ്നേഹത്തിലൂടെ വിമർശനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികൾ ഭദ്രദീപം കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിലേക്ക് ജോസ് ഇടശ്ശേരി സ്വാഗതം ആശംസിച്ചു. മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് അധ്യക്ഷ പ്രസംഗത്തിൽ കർത്താവ് സ്ഥാപിച്ച ഏദൻ തോട്ടമാണ് സഭയെന്നും പ്രാർത്ഥന, കാറ്റക്കിസം, കൂദാശകൾ, ജീവിക്കുന്ന വിശ്വാസം എന്നീ 4 തൂണുകളിലൂടെയാണ് പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ നിറയുന്നതെന്നും വിശദീകരിച്ചു. സഭാ ചരിത്ര പഠനത്തിലൂടെ നേടുന്ന അറിവ് സഭാ സ്നേഹം വളർത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും പ്രയോജനപ്പെടണമെന്ന് മാർ പാംപ്ലാനി ആഹ്വാനം ചെയ്തു. ദൈവത്തെ അറിയാനുള്ള മനുഷ്യന്റെ ദാഹം ദൈവശാസ്ത്ര പഠനം തൃപ്തിപ്പെടുത്തുന്നുവെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ അനുസ്മരിച്ചു. യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ചടങ്ങിൽ ദൈവശാസ്ത്ര ബിരുദം ഏറ്റുവാങ്ങിയത്. സ്വിറ്റ്സർലൻഡിലെ 14 അൽമായരും ജർമ്മനി, ഓസ്ട്രിയ, റോം എന്നിവിടങ്ങളിൽ നിന്നുള്ള 20 സന്യസ്തരും ഇതിൽ ഉൾപ്പെടുന്നു. BTH വിദ്യാർത്ഥികളായ ജോസ് പുതിയിടം, സിസ്റ്റർ ബെറ്റ്സി ഫ്രാൻസിസ്, MTH വിദ്യാർത്ഥി ഫിലോമിന കൊറ്റനാൽ എന്നിവർ തങ്ങളുടെ പഠനാനുഭവങ്ങൾ സദസ്സുമായി പങ്കുവച്ചു. ബിരുദദാന ചടങ്ങിന് ശേഷം യുവജനങ്ങൾ അവതരിപ്പിച്ച ഭക്തിഗാനവും മാർഗംകളിയും ചടങ്ങിന് മാറ്റുകൂട്ടി. ഡോക്ടർ സെബാസ്റ്റ്യൻ തയ്യിൽ, ഫാദർ സ്റ്റെഫാൻ കെംലർ, ഡോക്ടർ ജോസഫ് പള്ളിയോടിയിൽ എന്നിവർ ആശംസകൾ നേർന്നു. റോസ്ലി പുതിയിടവും നിർമ്മല വാളിയപ്ലാക്കലും ചടങ്ങുകൾ ഹൃദ്യമായി മോഡറേറ്റ് ചെയ്തു. ജെയ്സ് ചിറപ്പുറത്ത് നന്ദി രേഖപ്പെടുത്തി. മനോഹരമായ പേപ്പൽ ഗാനാലാപനത്തോടെയാണ് സമാപിച്ചത്. ബിരുദധാരികൾക്ക് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്.